ജി സുധാകരൻ എംഎൽഎയുടെ പരാതിയിൽ സിപിഐഎം പ്രവർത്തകരെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി അമ്പലപ്പുഴ പോലീസ്. നീർക്കുന്നം ഗവൺമെന്റ് യുപി സ്കൂളിൽ സന്ദർശനത്തിനെത്തിയ സുധാകരനെ സിപിഐഎം നേതാക്കൾ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി. സ്കൂളിൽ നിന്നും അനധികൃതമായി മണ്ണ് കടത്തുന്നു എന്നുള്ള ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് എംഎൽഎ എത്തിയത്. അതേസമയം സുധാകരനൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന സിപിഐഎം പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമില്ല. സജോ ദേവസ്യ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സജോ, ഗുഡ് മോർണിംഗ്. സജോ, ഈ ആലപ്പുഴയിൽ സിപിഎമ്മും ജി സുധാകരനും മുഖാമുഖം നിൽക്കുകയാണ്, പരസ്പരം പോരടിക്കുകയാണ്. ഏറ്റുമുട്ടുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടു. അതിൽ തമ്മിൽ തല്ല് പോലും ഉണ്ടായി. ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനാകുന്ന ജി സുധാകരനെയും നമ്മൾ കണ്ടു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിനെതിരെ പോലും സംസാരിക്കുന്നു, പിന്നീട് നിലപാട് മാറ്റുന്നതും കണ്ടു. അപ്പോൾ എന്താണിപ്പോൾ ഈ ആലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം ഈ പോലീസിന്റെ ഈ ഒരു കേസെടുക്കുന്ന കാര്യത്തിൽ ഈ ഒരു വ്യത്യസ്ത നിലപാട്, അല്ലെങ്കിൽ ഈ ഒരു ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയാവുന്ന ഈ ഒരു സംഭവം ഇത് വീണ്ടും പ്രശ്നം വഷളാക്കില്ലേ സജോ? ഷിഹാസ്, റോഷ്നി, പലപ്പോഴും പ്രശ്നങ്ങളോട് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാറുണ്ട് ജി സുധാകരൻ. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ മെഡിക്കൽ കോളേജിലെ അടക്കം ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യം, അതിൽ അദ്ദേഹം നിലപാട് മാറ്റിപ്പറയുന്നത് കണ്ടു. പക്ഷേ അത് അത്തരം ചില തർക്കങ്ങൾ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് മറ്റും തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഇതിനിടെയാണ് ആ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്, വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടതുമാണ്. അതായത് നീർക്കുന്നം സ്കൂൾ സന്ദർശനത്തിന് വരുന്നു, അവിടെ ഉണ്ടായ തർക്കം, ആ തർക്കം സിപിഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള ഒരു തർക്കം പോലെ വളരുകയും ഒക്കെ ചെയ്യുന്നു. ജി സുധാകരനുമായി വാക്കേറ്റമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം പോലും സിപിഎം പ്രവർത്തകർ അദ്ദേഹത്തോട് തർക്കിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അതിലുണ്ട്. അതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. ആ സംഘർഷത്തിൽ ഇരുഭാഗത്തുമുള്ളവർക്ക് യഥാർത്ഥത്തിൽ ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ട്, അതിൽ പരിക്കും പറ്റിയിട്ടുണ്ട്. അതിനിടെയാണ് തന്നെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി ജി സുധാകരൻ എംഎൽഎയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഇതേ ദൃശ്യങ്ങളിൽ സിപിഎം പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന, അല്ലെങ്കിൽ സിപിഎം അനുകൂല നിലപാടുള്ള ആളുകൾ തമ്മിൽ, അനുകൂല നിലപാടുള്ളവരും ഒപ്പം ജി സുധാകരൻ എംഎൽഎക്കൊപ്പം എത്തിയവരും തമ്മിലാണ് തർക്കമുണ്ടായത്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം സിപിഎം പ്രവർത്തകർക്കും യഥാർത്ഥത്തിൽ തല്ലുകൊള്ളുന്നുണ്ട്. പക്ഷേ അവരുടെയും പരാതിയുണ്ട്. ആ പരാതിയിന്മേൽ പക്ഷേ കേസെടുത്തിട്ടില്ല. നിലവിൽ ഈ എംഎൽഎയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് അതൊരു വലിയ തർക്കവും കേസും ഒക്കെയായി തുടരുകയാണ്. സിപിഎം പ്രവർത്തകർ പറയുന്നത് പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു ഈ വിഷയത്തിൽ എന്ന വിമർശനം അവർക്ക് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക്, തർക്കങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അവിടെ നേരത്തെ തൊട്ടേ, തുടക്കം മുതലേ തർക്കമാണ്. അവിടെ മറ്റൊരു മണ്ഡലത്തിലെ എംഎൽഎ തന്റെ മണ്ഡലത്തിൽ ഒരു പരിശോധനയ്ക്ക് വന്നു തുടങ്ങി. തോട്ടപ്പള്ളിയിലെ പരിശോധന തൊട്ട് അങ്ങോട്ടേക്ക് വിവാദങ്ങളുടെ തുടക്കമുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് തീരാ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ അവിടെ തുടരുകയാണ്. ശരി സജോ, അപ്പോൾ ജി സുധാകരനും സിപിഎമ്മും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്.